ഹായ് കൂട്ടുകാരെ, ഇതിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി റോഡിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ചോദിക്കാൻ എനിക്ക് എന്തിനാണ് ഇപ്പോൾ റോഡിൽ പോകുന്ന വീഡിയോ എടുക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നട്ട് വളർത്താതെ പ്രകൃതിയായിട്ട് കനിഞ്ഞ് തന്ന കുറച്ച് ചീരത്തൈ കാണിച്ചാൽ ചീരത്തൈ കുറച്ചൊന്നും ആയിട്ടുണ്ട് കേട്ടോ. അതാ പണ്ട് നട്ടുന്നതിൻ്റെ വിത്തെന്തോ വീണ് പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്നൊരു ചീരത്തോരൻ വെച്ചാലെന്താ? നിങ്ങളെന്താ പറയുന്നത്? വയ്ക്കാൻ പോവാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഒന്ന് മുറിച്ചെടുത്താൽ മതി, പിഴുതെടുക്കണം കേട്ടോ. കാരണം പിഴുതെടുത്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ തൈകളാണ്. ഇനി ഇതിപ്പോൾ ഇനി അടുത്ത ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ഇങ്ങനെ ഇട്ടേക്കാം. ഇതിന്ന് 3-4 വട്ടം ഇങ്ങനെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. കട്ട് ചെയ്ത് റെഡിയാക്കി രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഇതെടുത്തേ. അപ്പോൾ വിചാരിച്ചത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇന്ന് ചീരത്തോരൻ വയ്ക്കുന്നൊന്ന് വീഡിയോ ഇട്ടാലോ എന്ന് തീരുമാനിച്ചു. എല്ലാവരും പറയുന്നത് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിനെ തൊട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. കഴുകി വൃത്തിയാക്കി. കഴുകുന്ന വീഡിയോ ഒന്നുമില്ല, കൈ കൊണ്ട് നടന്ന ഫോണ് കൈ പിടിച്ചുകൊണ്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. റോഡിൽ നിന്നല്ലേ, അതിനകത്ത് നല്ല മണ്ണുണ്ടാവും. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി കുനുകുനുകുനുങ്ങനെ അരിയുക. കുനുകുനെന്ന് തീരെ ചെറുതായിട്ട് അരിയണ്ട, എന്നാൽ അത് അങ്ങ് കുഴഞ്ഞു പോവും. ഇച്ചിരി കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അതിനെന്തൊക്കെ കൂട്ടുവാണെന്ന് ഞാൻ പറയാം. എന്തൊക്കെയാണ്? തേങ്ങ ചിരകിയത് വേണം. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഞാൻ ഇട്ട മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിപ്പോയി, ഇത്രയും വേണ്ട കേട്ടോ. മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉടങ്കല്ലി മുളകിൻ്റെ പകുതി മതി. പിന്നെ വെളുത്തുള്ളി ഒന്നും വേണ്ട, ചെറിയ ഉള്ളി ഇത്ര ഒരു 5-6 അല്ലി വേണം. കറിവേപ്പില, ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. ഇങ്ങനത്തെ വെളുത്തുള്ളിയോ ജീരകമോ ഇതൊന്നും വേണ്ട നമുക്ക്. ഉള്ളി ഇടുക. അതിൻ്റെ കൂടെ 1/2 മുറി എന്തെങ്കിലും ഒരു മുളക്. അതിൻ്റെ കാന്താരി മുളകാണെങ്കിൽ കുറച്ച് ബെറ്റർ, കുറച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നത് ഉടങ്കല്ലിയെ കുറച്ച് പകുതി ഇട്ടിട്ടുള്ളൂ. ഒന്ന് ചതച്ചെടുക്കുക. ആദ്യം അതൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം തേങ്ങ ഇട്ടാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും തേങ്ങ തീരെ അങ്ങ് ചതഞ്ഞ് പോകത്തില്ല. അങ്ങനെ കറക്റ്റ് പരുവത്തിന് കിട്ടും. അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല, അതുകൊണ്ടാട്ടോ. അടിപൊളിയായിട്ട്. ഇതിൽ മഞ്ഞ കൂടിപ്പോയി. മഞ്ഞ കുറച്ചൊരു നുള്ളു മതി. ഞാൻ ഇട്ടത് എങ്ങനെയോ കൈപൊത്തം പറ്റിയതാണ്. അപ്പോൾ ചീരച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കാം. ഇടയ്ക്കിടയ്ക്ക് തൊണ്ടക്കിരികിരാവുന്നത് സുഖമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയുടെ 2-3 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇത്രയും മതി. ഇതിട്ടിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇത് നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണെന്നറിയാവോ? ചീര വാരി ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ കൂട്ടും അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കുറച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. കൂട്ടും ഈ ചീരയും ഉപ്പും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ അല്ലാതെയാണ് ഇട്ടത്. അങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. ചീര അരിഞ്ഞു വെച്ച ചീരയും ഉപ്പും നമ്മൾ പാകത്തിനായിട്ടുള്ള അരപ്പും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടിടുക. അതാണ് എല്ലായിടും നല്ല കറക്റ്റായിട്ടിരിക്കും. അടച്ചു വെച്ച് അപ്പം കുറച്ചൊരു 10 മിനിറ്റ് മതി കേട്ടോ ചീര വേകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത്രയും വേകുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ചീര. മഞ്ഞ കൂടിപ്പോയിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. മഞ്ഞ കുറച്ച് മതി. എല്ലാവരും അദ്ദേഹം മഞ്ഞ കുറച്ച് മതി. ഞാൻ ചപ്പാത്തിയിലൂടെയാണ് കഴിച്ചു നോക്കിയത്. മഞ്ഞ കൂടിയതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇങ്ങനെ ചീര വെച്ച് കഴിക്കുന്നത്. ചപ്പാത്തിയിലൂടെ ചോറിൻ്റെ കൂടെ ആയിരുന്നാലൊക്കെ ഭയങ്കര ഇഷ്ടം.